നമുക്കിന്ന് കുറച്ചേ തന്തൂരി സോയ ഉണ്ടാക്കിയാലോ? കുറച്ച് സോയ എടുത്തിട്ടേ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. ഇതിലേക്ക് ഒഴിച്ച വെള്ളേ തിളച്ച് പൊന്തി വരില്ലേ, അപ്പൊ ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ടേ ചൂടാറും കുറച്ച് സമയം കൊടുത്തോളോ. അപ്പോഴേക്കും നമുക്ക് മസാല ഉണ്ടാക്കാം. തന്തൂരി ചിക്കൻ മസാല, കാശ്മീർ ചില്ലി, പെപ്പർ പൗഡർ, പെരിഞ്ജീരകപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കോൺഫ്ലവർ, അരിപ്പൊടി, ഓരോന്നുള്ളപ്പോ. അയ്യോ മഞ്ഞപ്പൊടി പറഞ്ഞില്ല. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയോ വിഴുങ്ങിയോ? ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ കുന്ത്രണ്ടങ്ങളും വാരിട്ടുള്ളൂ കേട്ടാ. എന്നിട്ട് നമ്മൾ ചൂടാറാൻ വെച്ചിട്ടില്ലേ അതിനെടുത്തിട്ടേ നല്ലോണം അങ്ങോട്ട് പിഴിഞ്ഞിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചോളൂ മസാലേ. പിന്നെ തിളച്ച് മരണം എണ്ണയിലേക്ക് അങ്ങോട്ട് കോരിയിടുക, വാരിയിടുക. എന്നിട്ടോ കളർ മാറുമ്പോൾ കോരിയെടുക്കുക. നാടൻ കറിവേപ്പില കിട്ടുകയാണെങ്കിലേ ഒന്നും നോക്കാനില്ല അങ്ങോട്ട് ഇട്ടേക്ക്. തീ കുറച്ച് വെച്ചാൽ ഇടി കിട്ടും കേട്ടോ. എൻ്റെ അടുത്ത് നല്ല വീട്ടിലുള്ളവരുടെ അടുത്തുനിന്ന് എണ്ണ കുടിച്ചതിന്. ഓക്കെ, ഏപ്രിൽ ഫുളിൻ്റെ ഒന്നൊക്കെ വീട്ടിലാരെങ്കിലും വരികയാണെങ്കിൽ ചിക്കൻ തന്തൂരി മസാല ഇട്ടുണ്ടാക്കിയ ബീഫ് 65 വന്നോട്ട് അങ്ങോട്ട് കൊടുത്തേക്ക്. വിശ്വസിച്ചോളൂ.